ഹായ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മേക്കപ്പ് തന്നെയാണ് അല്ലേ? ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് എൻ്റെ മേക്കപ്പ് എവിടെ നിന്നാന്ന് ചോദിച്ചിട്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ് ഐ തിങ്ക് ഞാൻ ഏറ്റവും ആദ്യം ബുക്ക് ചെയ്തിട്ട് കേട്ടോ. ഒരു ഓൾമോസ്റ്റ് 6 months ബിഫോർ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. മേക്കപ്പിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, വേറെ എന്താണെങ്കിലും. ബഡ്ജറ്റ് എത്ര കൂടിയാലും കുഴപ്പമില്ല, മേക്കപ്പ് പെർഫെക്റ്റ് ആവണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം ത്രൂ ആയിരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാനും ഇൻസ്റ്റഗ്രാമിൽ കുറേ പേരെ നോക്കി, കുറേ പേരായിട്ട് സംസാരിച്ചു. അതിലെനിക്ക് അടുത്തുനിന്നും പിന്നെ ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ടിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഞാൻ ഗുരുവായൂരിനുള്ള ശ്രീസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞ പേജാണ് എൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ചേച്ചിയുടെ ഒരു ടീം, ഒരു 3 പേരാണ് മേക്കപ്പിന് വന്നത്. അടിപൊളിയായിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല പെരുമാറ്റമായിരുന്നു, നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു. ചേച്ചിയാണെങ്കിലും നമ്മൾ ഒരു എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിളാക്കി ഭയങ്കര കൂളാക്കിയിട്ടാണ് എൻ്റെ 2 ലുക്കും, കല്യാണ ലുക്കും റിസപ്ഷൻ ലുക്കും ചെയ്തിട്ടുള്ളത് അവരുടെ ടീം തന്നെയാണ്. എൻ്റെ മേക്കപ്പ് ഒരു ഇതെല്ലാവരും മറ്റേ പ്രൊഫൈൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ പ്രൊഫൈലിൽ അജു, അതിൻ്റെ ഒരു അനിയനെ പോലെയാണ്. ഇവളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് അവല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. കാരണം എനിക്ക് ഈ ബ്ലേഡ് അലർജി അങ്ങനെ ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്കൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ അടുത്ത് ഒരു കംഫർട്ട് ഉണ്ട്. അവൻ്റെ മുടി വെട്ടി കഴിഞ്ഞാൽ അവൻ്റെ ഈ ഫെയ്ഡിങ്ങും പരിപാടിയൊക്കെ ജാതി രസം. ഞാൻ പുറത്ത് ഏതെങ്കിലും സ്റ്റെക്കാകുമ്പോൾ വെട്ടുമ്പോൾ ഈ സൈഡൊക്കെ വെട്ടണതൊക്കെ ഭയങ്കര ബോറ ചെയ്യാറ്. പക്ഷെ ഇവൻ്റെ അടുത്ത് വെട്ടി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങും, അവൻ കഴിഞ്ഞു എന്ന് പറയും. കാരണം 8 വർഷമായി അവൻ്റെ അടുത്ത് അവൻ 10th കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഞാൻ പോയി തുടങ്ങിയത്. അന്ന് അസിസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ കാര്യങ്ങൾ എല്ലാം ഈ അസിസ്റ്റൻ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ ഇതിരുന്ന് കട്ടി തുടങ്ങി. അപ്പോൾ തൊട്ട് ഞാൻ അവൻ്റെ അടുത്തുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ടാവുന്ന കാര്യമാണ്. കാരണം അവൻ്റെ വളർച്ച എന്നിൽ നിന്നാണ്. എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് റീച്ച് ആയിട്ടാണ് അവൻ്റെ മേക്കപ്പും പരിപാടിയൊക്കെ അവൻ നിന്നാണ് അവൻ റീച്ചാണ്. അതേപോലെ തന്നെ അവനെ സ്നേഹമാണ്. പാവാണ് അവൻ, ഇവളും പറയപ്പോഴും പാവാണെന്ന്. അവൻ അത്രയും സ്നേഹമാണ്. എൻ്റെ മേക്കപ്പ് ഫുള്ളും കൊളാബായിരുന്നു. എൻ്റെയും ഫ്രണ്ട്സിൻ്റെ, നമ്മുടെ മുത്സായിട്ടിൻ്റെയും, നമ്മുടെ രാഹുൽ മീൻസ് നമ്മുടെ ബിഗ് ബോസിലെ എല്ലാ ടീമിൻ്റെയും മേക്കപ്പ് അവൻ ചെയ്ത് കൊടുത്ത് ഫ്രീ ആയിട്ട് ചെയ്തെടുത്ത്. എൻ്റെ മേക്കപ്പും കൊളാബിലാണ് ചെയ്ത്. നമ്മുടെ ഇവൻറ്റ്സും അതേപോലെ നമ്മുടെ മേക്കപ്പാണ് നമുക്ക് കൊളാബിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കൊളാബറേഷൻ പോലെ ഇതാണ്. ഇവൻറ്റ്സ് നമ്മൾ കുറച്ച് ഇതിന് പൈസ കൊടുത്തിട്ടുണ്ട്, മാക്സിമം ഒരു 20 അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളെ മേക്കപ്പ് ചെയ്ത് മുഖം ബൈ അജയ്, അവൻ്റെ പേരിട്ടത് ഞാൻ തന്നെയാണ്. അവൻ്റെ പുതിയ ഫേമിൻ്റെ പേര് മുഖം ബൈ അജയ് എന്നിട്ട് പേര് ഞാൻ തന്നെയാണ്. അജയൻ്റെ പ്രൊഫൈൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, എല്ലാവരും പ്രൊഫൈൽ നമ്മളിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അവൻ്റെ അടുത്ത് പോയി, കാമലയിലാണ് അവൻ്റെ ഷോപ്പ്. ഹെയർ കട്ടിങ് ആയാലും ബിയർഡ് സെറ്റിംഗ് ആയാലും പെർഫെക്ഷനാണ്. എനിക്കെന്താ പറയുക, എൻ്റെ കുറേ ഞാൻ പോയിടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊന്നും അവിടെ വന്നിരുന്നില്ല. ഇപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും അവിടെയാണ്. എല്ലാവർക്കും അത്ര അവൻ്റെ അടുത്ത് ബ്രാനോട് അവൻ്റെ ബ്രദറും ഉണ്ട്, 2 അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്തത്. അവൻ ഏറ്റവും അടിപൊളിയായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. കാരണം കല്യാണത്തിന് പറയുമ്പോൾ അവൻ വേറെ ഒരു പരിപാടി, തിരക്കുള്ള അവൻ വേറെ പരിപാടി ഒന്നും തൊട്ടില്ല. രാവിലെ തൊട്ടിട്ട് എൻ്റെ മുടിയൊന്നും ചെയ്ത് അപ്പോൾ വരും ചെയ്ത് തരും, ഇതാക്കും ചെയ്ത് തരും. ഭയങ്കര കംഫർട്ടബിളാണ് അവൻ്റെ അടുത്ത്. ഇത്ര വർഷമായിട്ട് എനിക്കൊരു കാര്യമായിരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഈ ഫീൽഡിലായും ഒരു ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ മേക്കപ്പ് ചെയ്യാൻ അജു, എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കേസ് എന്തെങ്കിലും സേതുവേട്ടൻ പിന്നെ ഇവളും കംഫർട്ടബിൾ ആയ സേതുവേട്ടൻ പറഞ്ഞിട്ട് സേതുവേട്ടൻ. ഫോട്ടോഗ്രാഫി ടീം മൊത്തം എൻ്റെ ടീം, നമ്മുടെ സ്റ്റോഴ്സിൻ്റെ ടീം. അപ്പോൾ എനിക്ക് മൊത്തത്തിലെല്ലാം കംഫർട്ടബിൾ. നമുക്ക് ഈ ടെൻഷനാണ് പരിപാടിയാണല്ലോ മേക്കപ്പ് ചെയ്യുമ്പോൾ അവരെങ്ങനെ നമ്മൾ ചെയ്യുക, ഫോട്ടോനെ നിൽക്കുമ്പോൾ അവരെങ്ങനെ ചെയ്യുക, അത് നമ്മൾക്ക് ആൾക്കും പിന്നെ എൻ്റെ കൂടെ കംഫർട്ടബിൾ. പക്ഷേ ഞാനാലേക്ക് പറയും എന്ത് സുഖമല്ല ഇങ്ങനത്തെ കുറച്ച് കണക്ഷൻസ് ലൈഫുള്ള കാരണം ഒന്നിനും വേണ്ടി ബോധമാണോന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ മേക്കപ്പും പരിപാടിയും മൊത്തമായിട്ട് ചെയ്തിരുന്ന അവരാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ മൊത്തത്തിൽ നമ്മുടെ വെഡ്ഡിങ് പ്രിപ്പറേഷനാണ്, നമ്മളെ പരിപാടികളൊക്കെയാണ്. അതാണ് നമുക്ക് അടുത്ത എപ്പിസോഡ് സെറ്റാക്കാം.